പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളുടെ ഈ ടൗൺ കരോളിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ നിമിഷവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന് അങ്ങയുടെ പരിപാലനയാൽ ഞങ്ങളെല്ലാവരെയും വഴി നടത്തണമേ. ഞങ്ങളുടെ ആഘോഷ പരിപാടികളെയും അതിൽ പങ്കെടുക്കുന്നവരെയും അതിന് കാഴ്ചക്കാരായി വരുന്നവരെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. KCYM SMYM തേക്കുംകുറ്റി യൂണിറ്റിന്റെയും തേക്കുംകുറ്റി ഇടവകയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന ടൗൺ കരോൾ 24 ഇതാ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ടൗൺ കരോൾ 24ലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രോമാഞ്ചപൂരിതമായ ഒരു ക്രിസ്മസ് സന്ദേശം നൽകുന്നതിന് വേണ്ടി ജോബിൻ ബ്രദറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും ആദ്യമായി തന്നെ ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ഒരിക്കൽ അക്ബർ ചക്രവർത്തി തന്റെ മന്ത്രിയായ ബീർബലിനോട് ചോദിച്ചു, ദൈവം എന്തിനാ തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ച് ലോകത്തിന് രക്ഷ നൽകിയത്? വല്ല മാലാകമാരെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അയച്ചാൽ മതിയായിരുന്നില്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാനായിട്ട് ബീർബൽ ഒരാഴ്ച സാവകാശം ചോദിച്ചു. ആഴ്ചയ്ക്കൊടുവിൽ ബീർബൽ അക്ബർ ചക്രവർത്തിയെയും കുടുംബത്തെയും കൂട്ടി ഒരു തോണിയാത്രയ്ക്ക് ഒരുക്കമായി. അങ്ങനെ തോണിയാത്രയുടെ തടാകത്തിന്റെ നടുവിലെത്തിക്കഴിഞ്ഞപ്പോൾ മന്ത്രിയായ ബീർബൽ വളരെ തന്ത്രപൂർവം അക്ബർ ചക്രവർത്തിയുടെ ഏക മകനെ തടാകത്തിലേക്ക് തള്ളിയിട്ടു. മകൻ വെള്ളത്തിൽ കിടന്ന് പിടയുന്നത് കണ്ട അക്ബർ ചക്രവർത്തി പരിസരം നോക്കാതെ എടുത്തു ചാടി തന്റെ ഏകപുത്രനെ കരയ്ക്ക് കയറ്റി രക്ഷിച്ചു. അങ്ങനെ തോണിയാത്രയ്ക്കൊടുവിൽ കരയ്ക്കെത്തിയ അക്ബർ ചക്രവർത്തിയോട് മന്ത്രിയായ ബീർബൽ ചോദിച്ചു, അങ്ങയുടെ അംഗരക്ഷകരും ഞാനും ഈ തോണിയിൽ ഉണ്ടായിരുന്നിട്ടും അങ്ങെന്തിനാണ് സ്വന്തം പുത്രനെ രക്ഷിക്കുവാനായിട്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടിയത്? ഉടനെ അക്ബർ ചക്രവർത്തി ഇപ്രകാരം പറഞ്ഞു, എൻ്റെ മകൻ വെള്ളത്തിൽ കിടന്ന് പിടയുന്നത് ഞാൻ എങ്ങനെ കണ്ടു നിൽക്കാനാണ്? എൻ്റെ മകൻ വെള്ളത്തിൽ കിടന്ന് പിടയുന്നത് ഞാൻ എങ്ങനെ കണ്ടു നിൽക്കാനാണ്? ഉടനെ മന്ത്രിയായ ബീർബൽ പറഞ്ഞു, ഇത് തന്നെയാണ് ദൈവവും ചെയ്തത്. തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് തൻ്റെ മക്കളെ ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷിച്ചു. തിരുവചനം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ അടയാളമാണ് ഓരോ ക്രിസ്മസും. ദൈവം നമ്മളെ എല്ലാവരെയും
തന്റെ മകനെ പോലെ മകളെ പോലെ സ്നേഹിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഓരോ ക്രിസ്മസും. അതിനാൽ ഈ ക്രിസ്മസ് നാളിൽ സ്നേഹമെന്ന വലിയ മൂല്യത്തെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. വളരെ ഹൃദയസ്പർശമായ സന്ദേശം നൽകിയ ബ്രദറിന് നന്ദി. ആഘോഷങ്ങളുടെ ഈ രാവിൽ തങ്ങളുടെ നൃത്തച്ചുവടുകളാൽ കൂടുതൽ മനോഹരത പകരുന്നതിനായി തേക്കിൻകുറ്റി ഇടവകയിലെ പുലികൾ ഒരു നൃത്ത ആവിഷ്കാരത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. നടത്തിയ അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഓർമ്മപ്പെടുത്തലായ ക്രിസ്മസ് തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നേരുന്നു. ടൗൺ കരോളിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്ത നാട്ടുകാർക്ക് ഫാത്തിമ മാതാ ചർച്ചിന്റെ പേരിൽ നന്ദി പറയുന്നു. ക്രിസ്തുമസിന്റെ മാധുര്യം നമുക്ക് ലഭിക്കുന്ന കേക്കുകൾ നുകർന്ന് ക്രിസ്മസിന്റെ സന്തോഷവുമായി നമുക്ക് നമ്മുടെ യാത്ര തുടരാം.
സ്വർഗത്തിൽ നിന്നും ഒരു താക്കോലുമേന്തി വന്ന ദൈവത്തിൻ പുത്രനല്ലയോ? സ്വർഗത്തിൽ നിന്നും ഒരു താക്കോലുമേന്തി വന്ന ദൈവത്തിൻ പുത്രനല്ലയോ? സ്വർഗത്തിൽ നിന്നും ഒരു താക്കോലുമേന്തി വന്ന ദൈവത്തിൻ പുത്രനല്ലയോ? നമ്മുടെ ടൗൺ കരോൾ പോലെയല്ലേ? ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, വല്ലത്തായിപ്പാറ അങ്ങാടിയിലെ നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും സമാഗതമാകുന്ന പുതുവത്സരത്തിന്റെയും എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും തേക്കിൻകുറ്റി ഫാത്തിമ മാതാ ഇടവകയുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതിന്റെ, മനുഷ്യനോട് കൂടിയാകാൻ വേണ്ടി ദൈവം തീരുമാനിച്ചതിന്റെ ആഘോഷമാണ് ക്രിസ്തുമസ്. പുൽക്കൂട്ടിൽ പിറന്ന ദൈവത്തിന്റെ ആഘോഷം. സന്തോഷത്തോടുകൂടി ആഘോഷത്തോടുകൂടി ഈ ക്രിസ്മസിൽ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ട് ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു, എന്തുകൊണ്ട് ക്രിസ്തു ഒരു ദരിദ്രനായി ഭൂമിയിൽ പിറന്നു വീണു എന്ന് നാമൊക്കെ ചിന്തിക്കാറുണ്ട്. ഒരു കഥ കേട്ടിട്ടുണ്ട്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തുവിനെ കാണുന്നതിന് വേണ്ടി വന്ന 3 ജ്ഞാനികളായ രാജാക്കന്മാരോട് കൂടെ വന്ന 4ാമത്തെ ആളെ കുറിച്ചുള്ള ഒരു കഥ. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയ്ക്ക് കൊടുക്കാനായി സമ്മാനങ്ങളുമായി കടന്നു വരുന്ന രാജാക്കന്മാരുടെ കൂടെ വഴിവെക്കിൽ വെച്ച് ഒരു മനുഷ്യൻ കൂടി, ഒരു അടിമയായ മനുഷ്യൻ, തന്റെ യജമാനന്റെ ക്രൂരകൃത്യങ്ങൾ മൂലം വേദനിച്ച് സഹിക്കാൻ പറ്റാതെ ഒളിച്ചോടി പോകുന്ന ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഈ രാജാക്കന്മാരെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോവുകയാണ്? അവർ പറഞ്ഞു, ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനെ, ക്രിസ്തുവിനെ കാണുന്നതിന് വേണ്ടി പോകുന്നതാണ്. ഈ മനുഷ്യൻ ചോദിച്ചു, ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ? അവർ പറഞ്ഞു, അതിനെന്താ, നീയും പോരെ. ഈ രാജാക്കന്മാരുടെ കൂടെ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് പോയ ഈ മനുഷ്യൻ അവിടെ എത്തി രാജാക്കന്മാരോട് കൂടെ ഈശോയെ കണ്ട് സമ്മാനങ്ങളൊക്കെ അവർ കൊടുക്കുന്നതിന്റെ കൂടെ നിന്ന് അവനെ കണ്ട് അവനെയും വണങ്ങി തിരിച്ചു പോന്നു. അതിനുശേഷം തിരികെ പോരുന്ന വഴിയിൽ അവൻ എവിടെ നിന്ന് അവരുടെ കൂടെ കൂടിയോ അവിടെ എത്തിയപ്പോൾ അവൻ തിരികെ അവന്റെ തന്നെ ഭവനത്തിലേക്ക് പോയി. തിരിച്ച് തന്റെ ദരിദ്രയായ അമ്മയുടെ അടുത്ത് ചെന്ന് ഈ അടിമയായ മനുഷ്യൻ പറയുകയാണ്, ഇത്രയും നാളും സകല മനുഷ്യരും നമ്മളെ അവഹേളിച്ചിട്ടേ ഉള്ളൂ, സകല മനുഷ്യരും നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടും പീഡിപ്പിച്ചിട്ടേ ഉള്ളൂ, യജമാനന്റെ വീട്ടിലെ പീഡകൾ മൂലം നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ, ആരുടെ മുമ്പിലും തലയുയർത്താൻ പോലും പറ്റാതെ അപമാന ഭാരം കൊണ്ട് ശിരസ് കുനിച്ചു നിന്ന ഞാൻ ആദ്യമായി ശിരസ് ഉയർത്തി പിടിച്ചുകൊണ്ട് നിന്നു. കാരണം ഞാൻ ഇന്ന് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തുവിനെ കണ്ടു. അവൻ നമ്മെക്കാളും പാവപ്പെട്ടവനാണ്, അവൻ നമ്മെക്കാളും ദരിദ്രനാണ്. ക്രിസ്തു ദരിദ്രനായി ജനിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ഇവിടെ തന്നെയാണ്. ക്രിസ്തു ദരിദ്രനായി ജനിച്ചത് അപമാന ഭാരം കൊണ്ട് ശിരസ് താന്നിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ശിരസ് അഭിമാന ബോധം കൊണ്ട് ഉയർത്തുന്നതിന് വേണ്ടിയാണ്. കാരണം ഇന്നിനി ഈ ലോകത്ത് ആരും പറയാൻ പാടില്ല എന്റെ വേദന അവൻ അറിയില്ല എന്ന്. ദരിദ്രനായി ഞാൻ പിറന്നവനാണെങ്കിൽ എന്റെ കൂടെ ദരിദ്രനായി പിറന്ന് ദരിദ്രനായി ജീവിച്ചവനാണവൻ. എന്റെ വേദന തിരിച്ചറിയാൻ വേണ്ടി ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതിന്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു കുഞ്ഞു കാര്യം കൂടി പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.
2025 പുതിയ വർഷം നാം ആരംഭിക്കുമ്പോൾ എന്റെ മുൻപിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യന്റെയും കണ്ണുകളിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ ക്രിസ്മസും വരാനിരിക്കുന്ന വർഷവും കരുണയുടെയും കരുതലിന്റെയും വർഷമാക്കി മാറ്റാനായി നമുക്ക് പറ്റും. കാരണം ക്രിസ്തു ദരിദ്രനായിരുന്നു, ഏറ്റവും നിസ്സാരനായിരുന്നു, നിസ്സഹായനായിരുന്നു. എന്റെ മുമ്പിൽ വരുന്ന ഓരോ മനുഷ്യനും എന്റെ വേദന, എന്റെ മുൻപിലേക്ക് കണ്ണുനീരോടെ കടന്നു വരുന്നവൻ, സങ്കടത്തോടെ വരുന്നവൻ, വേദനിക്കുന്നവൻ, ഒറ്റപ്പെട്ടവൻ, രോഗിയായിരിക്കുന്നവൻ, പീഡ അനുഭവിക്കുന്നവൻ, അവനൊരു പക്ഷേ ക്രിസ്തുവാകാം. അവന്റെ മുൻപിലേക്ക് നമുക്കും കരുണയുടെയും കരുതലിന്റെയും കൈകളും ഹൃദയവും നീട്ടാം. അപ്പോഴേ പുതിയ വർഷവും ക്രിസ്മസും നമുക്ക് അർത്ഥപൂർണമാകൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ സ്നേഹത്തോടെ അർപ്പിക്കുന്നു. വികാരി അച്ഛന്റെ വാക്കുകൾക്ക് 1000 നന്ദി. തങ്ങളുടെ നൃത്തച്ചുവടുകളാൽ നമ്മളെയെല്ലാം ആവേശപ്പുളകിതരാക്കുവാൻ തേക്കുംകുറ്റി ഇടവകയിലെ പെൺപടയെ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമല്ലോ ശാന്തിയല്ലോ സ്നേഹമല്ലോ ശാന്തിയല്ലോ ഇന്നിരിച്ചാലല്ലോ ദൈവത്തിൻ പുത്രനായവൻ. Glory, 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 glory. Happy, 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 happy night. Glory, 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 glory. Happy, 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 happy night. ഈ ക്രിസ്മസ് കാലം, ഈ ക്രിസ്മസ് കാലം, ഈ ക്രിസ്മസ് കാലം, ഈ ക്രിസ്മസ് കാലം. സ്വർഗ്ഗത്തിൽ നിന്നും ഒരു താക്കോലും എത്തി വന്ന ദൈവത്തിൻ പുത്രനല്ലയോ. സ്വർഗ്ഗത്തിൽ നിന്നും ഒരു താക്കോലും എത്തി വന്ന ദൈവത്തിൻ പുത്രനല്ലയോ. ആനന്ദത്തിൻ ഗീതം മുഴങ്ങിയ നേരമല്ലോ. മാലാഖമാർ മെല്ലെ പാടി സ്തുതിച്ചൊരു കാലമല്ലോ. ആനന്ദത്തിൻ ഗീതം മുഴങ്ങിയ നേരമല്ലോ. മാലാഖമാർ മെല്ലെ പാടി സ്തുതിച്ചൊരു കാലമല്ലോ. നീതിയല്ലോ മാർഗമല്ലോ, നീതിയല്ലോ മാർഗമല്ലോ, ജീവന്റെ അപ്പമല്ലോ, ഗീതനാഥനായവൻ. Glory, 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 glory. Happy, 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 happy night. Glory, 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 glory. Happy, 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 happy night. ഈ ക്രിസ്മസ് കാലം, ഈ ക്രിസ്മസ് കാലം, ഈ ക്രിസ്മസ് കാലം, ഈ ക്രിസ്മസ് കാലം. സ്വർഗ്ഗത്തിൽ നിന്നും ഒരു താക്കോലും എത്തി വന്ന ദൈവത്തിൻ പുത്രനല്ലയോ. സ്വർഗ്ഗരാജ്യം പണിതിടുവാൻ സ്വർഗ്ഗത്തിൽ നിന്നും ഒരു താക്കോലും എത്തി വന്ന ദൈവത്തിൻ പുത്രനല്ലയോ. സ്വർഗ്ഗത്തിൽ നിന്നും ഒരു താക്കോലും എത്തി വന്ന ദൈവത്തിൻ പുത്രനല്ലയോ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു രജപാലകർ ദേവനാഥം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കളപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ ബത്ലഹേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ ബത്ലഹേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു.
ക്രിസ്മസ് തിരുനാളിന്റെ മംഗളങ്ങൾ ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, തേക്കൻകുട്ടി ഈ അങ്ങാടിയിലെ നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതിയ വർഷത്തിന്റെയും എല്ലാവിധ ആശംസകളും സന്തോഷത്തോടെ തേക്കൻകുട്ടി ഫാത്തിമ മാതാ ഇടവക സമൂഹത്തിലെ എല്ലാവരും ഒന്നു ചേർന്ന് നേരുകയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് വലിയ സന്തോഷത്തിന്റെ ആഘോഷമാണ്. കാരണം കഴിഞ്ഞ 25 ദിവസമായി ഡിസംബർ മാസം 1-ാം തീയതി മുതൽ പ്രാർത്ഥനാപൂർവ്വം എല്ലാവരും കാത്തിരുന്ന ദിവസമാണ് ഈ ക്രിസ്മസ് തിരുപ്പിറവി പെരുന്നാൾ എന്ന് പറയുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി രക്ഷകൻ ലോകത്തിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സന്തോഷമാണ്. സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഭൂമിയിലേക്ക് വന്നത്. ഈ സന്തോഷം മനുഷ്യനോട് കൂടിയായിരിക്കുവാൻ വേണ്ടി ദൈവം ഇറങ്ങി വന്നു എന്നുള്ളതാണ്. സ്വർഗം ചായ്ച്ച് മനുഷ്യന്റെ കൂടെയായിരിക്കുവാൻ വേണ്ടി ദൈവം അവന്റെ അടുത്തേക്ക് വന്നു, അവന്റെ കൂടെ ജീവിച്ചു എന്നുള്ളത് തന്നെയാണ്. അവന്റെ കൂടെ ജീവിച്ച് സകല മനുഷ്യരെയും രക്ഷിച്ചുകൊണ്ട് ഇന്നും ദൈവം സകലരുടെയും മുൻപിൽ നിൽക്കുന്നു എന്നുള്ളത് എത്ര വലിയ പ്രത്യാശയാണ്. ക്രിസ്തു ഇന്ന് നമ്മുടെയൊക്കെ ലോകത്തിന് മുഴുവൻ പ്രത്യാശയായി, സന്തോഷമായി, രക്ഷകനായി നിലകൊള്ളുന്നുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് നമുക്ക് അർത്ഥപൂർണമായി മാറുന്നുണ്ട്. ക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. നിസ്സഹായനായ ഒരു കുഞ്ഞുണ്ണിയായി ഈ ലോകത്തിലേക്ക് പുൽക്കൂട്ടിൽ ദരിദ്രനായി അവൻ പിറന്നു വീണത് നാം ഓരോരുത്തരുടെയും മുൻപിലേക്കാണ്. ദരിദ്രനായി ജനിച്ച ക്രിസ്തു നാം ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ ക്രിസ്തു നാം ഓരോരുത്തരുടെയും മുൻപിൽ നിൽക്കുന്ന ആരുമാകാം. വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന, നമ്മുടെ ഒരു ആശ്വാസവാക്ക് തേടി വരുന്ന ആരും എന്റെ മുൻപിൽ ക്രിസ്തുവാകാം. മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ എനിക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ക്രിസ്മസ് നമുക്ക് അർത്ഥപൂർണമാണ്. വരുന്ന വർഷം 2025 വർഷം അതുകൊണ്ട് തന്നെ കരുണയുടെയും കരുതലിന്റെയും ക്രിസ്മസ് ആകട്ടെ. നമ്മുടെ മുൻപിൽ വരുന്ന സകലരെയും സ്നേഹത്തോടെ കരുതുവാൻ, ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്ന് നമുക്കുള്ളത് പങ്കുവെക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാകട്ടെ ഈ ക്രിസ്മസ് എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെ വളരെ മനോഹരമായ ഒരു സന്ദേശം സമ്പന്ന വികാരിച്ചിരുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നും
യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു രാജപാലകർ ദേവനാഥൻ കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബത്ലഹേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബത്ലഹേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ പിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി. മനുഷ്യനായി ബേത്ലഹേമിൽ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ എന്നതിൽ അമ്മാനമായി തിമിർക്കുവാൻ തേക്കിൻകുട്ടി ഇടവകയിലെ മൈക്കിൾ ജാക്സന്മാരെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു.
जय जय